നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. തീർത്തും സ്പൈസി ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു ബാഴ്സലോണ വേഴ്സസ് ഗെറ്റാഫെ പോരാട്ടം. പല സംഭവ വികാസങ്ങളാണ്, സംഭവ ബഹുലമാണ് ആ മത്സരം എന്ന് പറയണം. കാരണം ബാൾഡയ്ക്ക് നേരെ റേസിസ്റ്റ് ഇൻസൾട്ട് ഉണ്ടായി. അത് റഫറിയെ അറിയിച്ചു. അതിൻ്റെ ആൻറ്റി റേസിസം പ്രോട്ടോക്കോളിലേക്ക് അദ്ദേഹം ഇടവേള സമയത്ത് പോവുകയുണ്ടായി. അതുപോലെ തന്നെ താരം മറ്റൊരാളുടെ മുഖത്തടിക്കുന്ന കാഴ്ചയുണ്ട്. ഇസ്മായിൽ ബക്കോച്ച ബാൾഡയുടെ ഷോട്ട് ഇങ്ങനെ പറന്നു പോകുമ്പോൾ അത് ആവേശം പ്രകടിപ്പിക്കുകയാണ്. അതിന് ബാൾഡെ അയാളുടെ മുഖത്തടിക്കുന്നു. അയാൾ നിലത്ത് വീഴുന്നു. പിന്നെ അതാകെ പ്രശ്നമാകുന്നു. റഫറി യെല്ലോ കാർഡ് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഗെറ്റാഫെയുടെ ബെഞ്ചുമായിട്ട് പ്രശ്നങ്ങളുണ്ടായി. ഫ്ലിക്ക് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞത് കളിക്കളത്തിൽ എന്ത് സംഭവിച്ചോ അത് അവിടെ കഴിഞ്ഞു, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എന്നാണ്. അതുപോലെ ആരാധകർ വലിയ രൂപത്തിലുള്ള വിദ്വേഷ ചാൻഡാണ് ഗെറ്റാഫെയുടെ ആരാധകർ ബാഴ്സലോണ ടീമിനെതിരെ ഇന്നലെ മുഴക്കിക്കൊണ്ടിരുന്നത്. ലാപ്പോട്ട സൺ ഓഫ് എ എന്ന് പറഞ്ഞുകൊണ്ടുള്ള തെറിവാക്ക് അവർ ചാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ എഫ് വേർഡ് വെച്ച് ബാഴ്സലോണയുടെ പേര് വിളിക്കുന്നു, ബാഴ്സ ക്ലബിനെ വിളിക്കുന്നു. ബാഴ്സ മാഫിയയാണ് എന്നാണ് അവർ ചാൻഡ് ചെയ്ത മറ്റൊരു കാര്യം. അതിങ്ങനെ വീണ്ടും ആവർത്തിച്ചുകൊണ്ട് മാഫിയ എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഡാനി ഓൽമോയെ കളിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അവർ പറഞ്ഞു. കാരണം ഡാനി ഓൽമോക്ക് ആ ഒരു റൂൾ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ റിവോക്ക് ചെയ്തിരുന്നു. പിന്നെ കോടതിയിൽ പോയിട്ട് താൽക്കാലിക രജിസ്ട്രേഷനാണ്. അപ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ. അങ്ങനെ ആകെ വളരെ സ്പൈസി ആയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. ബാഴ്സയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് കരകയറുക എന്നുള്ളത് എത്രത്തോളം എളുപ്പമാണ് എന്നറിയില്ല. കാരണം 8 കളികളിൽ നിന്ന് ഒരേ ഒരു വിജയമാണ് ഇപ്പോൾ ലാലിഗയിൽ നേടിയിട്ടുള്ളത്. 3-ാം സ്ഥാനത്താണ് ബാഴ്സ നിൽക്കുന്നത്. ലാലിഗയിലെ കിരീട സ്വപ്നങ്ങൾ പൊലിഞ്ഞു പോകുന്ന മട്ടാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.